നമസ്കാരം, ഏവർക്കും നമ്മുടെ കുഞ്ഞു യൂട്യൂബ് കുടുംബത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന റെസിപ്പിയാണ് കേട്ടോ. ഒരു മുട്ടച്ചോറിൻ്റെ ഒരു സിമ്പിൾ മുട്ടച്ചോറിൻ്റെ റെസിപ്പി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറിയൊന്നും ഇല്ലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ചോറ് കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് ഞൊടിയിടയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മുട്ടച്ചോറ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതുപോലെ ഗ്യാസ് അടുപ്പ് കത്തിക്കാം, ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് കുറച്ച് കടുക്, പിന്നെ അതുപോലെ ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ നമുക്ക് സവാളയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി മാത്രമായിട്ട് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. പിന്നെ സാധാരണ നമ്മൾ എന്താണ് പെട്ടെന്ന് ഉള്ളി വേണ്ടി ഇട്ടാൽ നമ്മൾ ചെയ്യുന്ന ടിപ്പില്ലേ, ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളകി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കണം. നന്നായിട്ട് ചെറിയായിട്ട് നിറമൊക്കെ മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമുളക് എന്ന് പറയുമ്പോൾ എരിക്കായിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തക്കാളി വളരെ കുറഞ്ഞ അളവിൽ മതി. ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യാനുസരണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് വഴണ്ട് എല്ലാം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊരു നുള്ളി ഉപ്പിട്ടൊന്ന് കലക്കി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണമുള്ള ഈ മസാലയിലേക്ക് ആവശ്യാനുസരണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഗരം മസാലയോ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ മസാല ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ മുട്ടത്തോരനൊക്കെ കിണ്ടുന്നത് പോലെ നന്നായിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മുട്ട ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ ആവശ്യാനുസരണം ചോറെടുത്ത് വയ്ക്കുക. ഇപ്പം ഞാൻ സാധാരണ നോർമൽ ജയ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റൈസുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പോ അല്ലെങ്കിൽ മസാലയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലേക്ക് ഇച്ചിരി മസാലയുടെ കുറവ് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒരു നുള്ള് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എളുപ്പത്തിൽ സെർവ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പണ്ട് ഞാൻ കഴിക്കാതിരിക്കുന്ന സമയത്ത് അമ്മയൊക്കെ എനിക്ക് ചെയ്തു തരുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്